പുകഴ്ചയും അങ്ങേക്ക് ക്രിസ്തുയേശുവിൻ അധികാരമുള്ള നല്ല നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ ഈ ലൈവിലൂടെ ശ്രവിക്കുന്ന എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എന്നെ ഒറ്റ വാക്കിൽ ഞാൻ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് സാബു ചെറിയാൻ എന്നാണ്. ഞാൻ അബുദാബിയുടെ പ്രദേശത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. ബറാക്ക ക്രിസ്ത്യൻ ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ചെറിയ സഭയുടെ ഇൻഡിപെൻഡന്റ് ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററായി ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. കർത്താവ് കഴിഞ്ഞ 3 വർഷത്തോളം ഞങ്ങളെ ജയോത്സവ വഴി നടത്തി. ആ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഈ വേദിയിൽ ഇങ്ങനെ കടന്നു വരുവാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും കർത്താവ് ഒരുക്കിയ ഈ നല്ല സമയത്തിന് അതിൻ്റെ പദവിയായിട്ട് ഞാൻ കണക്കിടുന്നു. അതിനൊരുക്കിയ അവസരമൊരുക്കിയ ദൈവദാസനോടും മിനിസ്ട്രിയോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അധികം ഇനി ഞാൻ നീട്ടി അതിൻ്റെ മുഖവരകളിലേക്ക് കടക്കാതെ ഇന്ന് രാത്രികാലത്ത് നമ്മുടെ വേദപഠന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നോണം ഞാൻ ഒരു വാക്യം വായിച്ചിട്ട് എൻ്റെ കുറിവാക്യത്തിലേക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് 1500-ൽ പരം കിലോമീറ്ററുകൾ കൊരിന്തിൽ നിന്ന് സഞ്ചരിച്ച് AD 50-60 കാലഘട്ടങ്ങളിൽ എഫെസോസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലെത്തുകയും അവിടെ ഒരു ചെറിയ കൂട്ടം വിശ്വാസികളെ താൻ കണ്ടു. ആ വിശ്വാസികളെ കണ്ടിട്ട് അവരോട് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന്. എന്നാൽ ഈ കൂട്ടരുടെ മറുപടി ഇതാണ്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഇന്ന് രാത്രികാലം ഈ FB ലൈവിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോട് ഞാനൊരു ചോദ്യം ഇങ്ങനെ തന്നെ ചോദിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ചോദിച്ച അതേ ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല എങ്കിൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു ക്രിസ്തീയ ജീവിതമില്ല. ആത്മീയ ജീവിതം ജയകരമായി മുന്നോട്ട് നയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തണമെങ്കിൽ ഈ രാത്രികാലം നാം പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായിരിക്കണം. അല്ലാത്തവരുടെ ആത്മീയ ജീവിതം പേരിന് ക്രിസ്ത്യാനിയാണെന്ന് പറയാമെങ്കിൽ പരാജയം നിറഞ്ഞതായിരിക്കും. ഇന്ന് രാത്രികാലം നമുക്ക് അതേ ചിന്തയിലേക്ക്, എന്തിനാണ് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വിശ്വസിച്ചിട്ട് പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണ് നമ്മൾ ഇന്ന് രാത്രികാലം. അതുകൊണ്ട് ഈ രാത്രികാലം ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കും. പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുന്നു. പൗലോസ് പ്രാർത്ഥിച്ച് കരം വെച്ചപ്പോൾ ചിലരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, എങ്കിലും ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവും സംഭവിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ വചനം ശുശ്രൂഷിക്കുമ്പോൾ അപ്പോസ്തലന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന് ദൈവജനം നിറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു യോഗം തീരുന്നതിന് മുന്നമേ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്താവിഷയം ഇതാണ്, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനെ എന്തിനു പ്രാപിക്കണം? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അതിനാധാരമായി ഞാൻ എടുത്തിരിക്കുന്ന വേദവാക്യം എന്ന് പറയുന്നത് ലേവ്യ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തന്റെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്. അവന്റെ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം അവന്റെ മേൽ ഇരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുന്ന ഒരു കൂട്ടത്തെ സ്വർഗത്തിലെ ദൈവം അവരെ വേർതിരിച്ച് മാറ്റി വിളിച്ച അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിലാണ്, അവരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം ഇരിക്കുന്നു.
ആമേൻ. ആമേൻ. പലതരം സംസ്കാരങ്ങൾ നാം ലോകത്ത് കണ്ടിട്ടുണ്ട്. സംസ്കാരത്തെക്കുറിച്ച് ആമേൻ വിക്കിപീഡിയ നൽകുന്ന ആമേൻ വ്യാഖ്യാനം ഇങ്ങനെയാണ്: സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലുള്ള മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ രീതികളും അത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രതീകാത്മക സൃഷ്ടികൾ, നിയമങ്ങൾ, വസ്ത്രധാരണം, വാസ്തുവിദ്യാരീതി, സാമൂഹിക മാനദണ്ഡങ്ങൾ, മതവിശ്വാസങ്ങൾ, പാരമ്പര്യം എന്നിവയെല്ലാം സാംസ്കാരിക ഘടനകളുടെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഒരു സംസ്കാരത്തെ നാം തിരിച്ചറിയുന്നത് അവരുടെ വേഷവിധാനം, അവരുടെ സംസാരം, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ജീവിത രീതി, അവരുടെ ദേശത്ത് അവർ പണിതുണ്ടാക്കിയിരിക്കുന്ന സാംസ്കാരിക ഘടനകളായ ചില ശില്പികൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ പറയും അവർ ഇന്ന സംസ്കാരത്തിൽപ്പെട്ടവരാണ് എന്ന്. യുനെസ്കോയുടെ വ്യാഖ്യാന പ്രകാരം സംസ്കാരം തന്നെ സുസ്ഥിരമായ വികസനത്തിന്റെ നെടുന്തൂണാണ് സംസ്കാരം എന്ന് പറയുന്നത്. എന്നാൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകം സംസ്കാരത്തിന് ഇത്ര പ്രാധാന്യം നൽകുന്നെങ്കിൽ ദൈവം തന്റെ മക്കൾക്കും കൂടി ഒരു സംസ്കാരം നൽകിയിരിക്കുന്നു. ആ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്, ആ സംസ്കാരത്തിന്റെ പേരാണ് ദൈവത്തിന്റെ അഭിഷേക തൈലം ചുമക്കുന്ന സംസ്കാരം. നാം ചില വ്യക്തികളെ കണ്ടിട്ട്, അവരുടെ പെരുമാറ്റം കണ്ടിട്ട് നാം പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്: ഓ, എന്തൊരു സംസ്കാരമില്ലാത്ത ഒരു കൂട്ടമാണിവർ. കാര്യം അവരോട് എത്ര ഉപദേശിച്ചിട്ടോ, അവരോട് എത്ര പറഞ്ഞിട്ടോ, അവരെ എത്ര ശകാരിച്ചിട്ടോ ഒരു പ്രയോജനവുമില്ല. അവരുടെ പെരുമാറ്റത്തിലോ അവരുടെ സ്വഭാവത്തിലോ യാതൊരു മാറ്റം വരുന്നില്ല. ജാത്തിയാലുള്ളത് തൂത്താൽ പോവുകയില്ല എന്ന മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. ആമേൻ. ആമേൻ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ സംസ്കാരം അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ആ മാറ്റം അവരുടെ സ്വഭാവത്തിൽ നിന്ന് ഉണ്ടാവുകയില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവന്റെ മേൽ സ്വർഗത്തിലെ ദൈവം ഒരു സംസ്കാരം ഇട്ടിട്ടുണ്ട്. ആ സംസ്കാരത്തിന്റെ പേരാണ് ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം. അപ്പോൾ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം പല സംസ്കാരങ്ങളിൽ നിന്ന് ജനിച്ച് വളർത്തപ്പെട്ടവരായിരിക്കാം. എന്നാൽ ഈ രാത്രികാലം നമ്മുടെ മേൽ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിന്റെ ഒരു സംസ്കാരം പകരണമെന്ന് ആഗ്രഹിക്കുന്നു. ആ സംസ്കാരത്തിലേക്ക് ആർക്കാണ് കടന്നു വരാൻ കഴിയുന്നത്? വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം ഇരിക്കുന്നു. ലേവ്യ പുസ്തകം 21:12 നമുക്ക് കുറിവാക്യമായി വായിച്ചത്: വിശുദ്ധ മന്ദിരം വിട്ട് അവർ പുറത്തിറങ്ങുകയും തന്റെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും ചെയ്യരുത്. എന്താ കാര്യം? അവന്റെ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം അവന്റെ മേലിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു. 40 ലക്ഷം വരുന്ന ജനം മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം തന്റെ നീട്ടിയ ഭുജത്താൽ ചെങ്കടൽ കടത്തി വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ 40 ലക്ഷം വരുന്ന ജനത്തിന് പലപ്പോഴായി പല പല അരുളപ്പാടുകൾ സർവശക്തനായ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക കൂട്ടത്തിനൊരു പ്രത്യേക നിർദ്ദേശം നൽകുകയാണ്. ആ കൂട്ടത്തോട് ദൈവം പറയുകയാണ്, അവൻ വിശുദ്ധ മന്ദിരം വിട്ട് പുറത്തു പോകരുത്. വിശുദ്ധ മന്ദിരം, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അവൻ അശുദ്ധമാക്കരുത്. എന്താ കാര്യം? അവന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം ഇരിക്കുന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ കേട്ടിറങ്ങിയത് 40 ലക്ഷം വരുന്ന ജനമാണെങ്കിലും ഇന്ന് രാത്രികാലം ലേവ്യ 21:22 പറയുന്ന ശുശ്രൂഷയുടെ ആ വാഗ്ദത്ത അരുളപ്പാട് 40 ലക്ഷം ജനത്തിന് ഒരുമിച്ചുള്ള അരുളപ്പാടല്ല. അതിന്റെ അകത്ത് വേർതിരിക്കപ്പെട്ട, അതിന്റെ അകത്ത് ഒരു മൈനോരിറ്റിക്ക് സ്വർഗത്തിലെ ദൈവം പകരുന്ന അരുളപ്പാടാണ്. ഈ കൂട്ടർ വിശുദ്ധ മന്ദിരം വിട്ട് പുറത്തു പോകരുത്. ഈ കൂട്ടം ദൈവത്തിന്റെ മന്ദിരത്തെ അശുദ്ധമാക്കരുത്. അത് കാരണം എന്താ? അവരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം ഇരിക്കുന്നു. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന, ഈ FB-യിലൂടെ കേൾക്കുന്ന അനേകായിരങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഈ രാത്രികാലം എല്ലാവർക്കും ഈ ദൂതേറ്റെടുത്ത ആമേൻ പറയുവാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ ഒരു മൈനോരിറ്റിയെ നോക്കി ഈ രാത്രികാലം ദൈവം വിളിച്ചു പറയുകയാ, നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം ഇരിക്കുന്നത് കൊണ്ട് നീ വ്യത്യസ്തനാണ്. നിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ആരാണ് ഈ അവർ? മോശയോട് ദൈവം പറയുന്നു, അവരോട് ഇങ്ങനെ പറ, അവർ വിശുദ്ധ മന്ദിരം വിട്ട് പുറത്തു പോകരുത്.
അവർ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കരുത്. കാര്യം അവരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം ഇരിക്കുന്നു. ആരാണ് ഈ അവർ? അതറിയണമെങ്കിൽ ലേവ്യ പുസ്തകം 21:1 വായിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് അഹരോന്റെയും പുത്രന്മാരായ പുരോഹിതന്മാരോടും പറയേണ്ടതെന്തെന്നാൽ, പുരോഹിതൻ തന്റെ ജനത്തിന്റെ ഒരുവന്റെ ശവത്താൽ തന്നെത്താൻ മലിനമാക്കരുത്. അപ്പോൾ 21:12 പറയുന്ന അവർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം ചുമക്കുന്ന അവർ ആരാണ്? അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോടാണ് സർവശക്തനായ ദൈവം ഈ ദൂത് വിളിച്ചു പറയുന്നത്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ ആരോടാണ് ഈ ദൂത് ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്നതെന്ന് അറിയത്തില്ല. അവൻ ഒരു പ്രത്യേക അരുളപ്പാടിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം മോശയെ ഇന്ന് രാത്രികാലം വിളിച്ച് വേർതിരിക്കുകയാ. അവൻ എപ്പോഴും അരുളപ്പാട് ലഭിക്കുന്നത് 40 ലക്ഷം ജനത്തിനാണെങ്കിലും ഇന്നത്തെ യോഗത്തിൽ ഈ 40 ലക്ഷം ജനത്തെ ദൈവം ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിന്റെ പുരോഹിത വർഗത്തിനു വേണ്ടി മാത്രമുള്ള ഒരു ദൂതാണ് അവൻ സർവശക്തനായ ദൈവം മോശയിലൂടെ അരുളി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം പുതിയ നിയമത്തിലെ രാജകീയ പുരോഹിത വർഗമായ ദൈവമക്കളെ, നിങ്ങൾക്കുള്ള ദൂതാണ് ഈ രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം ഇരിക്കുന്നു. ആരാണ് പുരോഹിതൻ? പുരോഹിതൻ എന്ന പദത്തിന്റെ അർത്ഥം അതിനെ രണ്ടായിട്ട് നമ്മൾ കീറിമുറിച്ചു കഴിഞ്ഞാൽ പുരം പ്ലസ് ഹിതം. പുരം എന്ന് പറഞ്ഞാൽ സ്വർഗം, ഹിതം എന്ന് പറഞ്ഞാൽ ഇഷ്ടം. അപ്പൊ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്യുന്നു, ഈ കൂട്ടത്തോടൊരു വാക്കെനിക്ക് പറയാനുണ്ടോ? ഈ കൂട്ടത്തോടൊരു പ്രത്യേക അരുളപ്പാട് ഇന്ന് രാത്രികാലം എനിക്ക് കൈമാറാനുണ്ടോ? അവരോടുള്ള അരുളപ്പാട് ഇതാണ്: നിന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലം ഇരിക്കുന്നു. ആരാണ് ഈ കൂട്ടർ? ആ കൂട്ടരാണ് പുരോഹിതന്മാർ. ആരാണ് പുരോഹിതന്മാർ? പുരത്തിന്റെ ഹിതം ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തിലെ ഹിതം ചെയ്യുന്നവർ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ സർവശക്തനായ ദൈവം തന്റെ പൊന്നോമന പുത്രനായ യേശു കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്നെ വിളിച്ചു വേർതിരിച്ച് രാജകീയ പുരോഹിത വർഗം അവൻ നിന്നെ ശ്രേഷ്ഠജനമാക്കി ആ ദേശത്താക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതം ചെയ്യുവാനായിട്ടാണ് അവൻ സ്വർഗീയ ദൈവം നിന്നെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത്. ആ നിന്നോടുള്ള ദൈവത്തിന്റെ ഈ രാത്രികാലത്തിന്റെ അരുളപ്പാട് ഇതാണ്: നിന്റെ മേൽ അഭിഷേകത്തിന്റെ സംസ്കാരം ഇരിക്കുന്നു. അഭിഷേക തൈലം എന്ന സംസ്കാരം നിന്റെ മേൽ ഇരിക്കുന്നു. അതുകൊണ്ട് നീ വിശുദ്ധ മന്ദിരം വിട്ട് പുറത്തു പോകരുത്. അതുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അവൻ നീ അശുദ്ധമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത്, ഈ പുരോഹിതന്മാർ തന്റെ ജനത്തിന്റെ ഒരുവന്റെ ശവത്താൽ തന്നെത്താൻ മലിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വാക്യം പറയുന്നത്, എന്നാൽ തന്റെ അമ്മ, അപ്പൻ, മകൻ, മകൾ, സഹോദരൻ, അടുത്തവളും ഭർത്താവില്ലാത്ത കന്യകയുമായ സഹോദരി എന്നിങ്ങനെയുള്ള ഉറ്റ ചാർച്ചക്കാരാൽ അവന് മലിനമാകാം. രക്തബന്ധങ്ങളുള്ളവരുമായ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ശവത്താൽ മലിനമാകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ രക്തബന്ധത്തിൽ പുറത്തുള്ള ആരെങ്കിലും മരിച്ചാൽ ആ മരണത്തിൽ പങ്കുചേരുവാനായിട്ട്, അല്ലെങ്കിൽ ആ മരണയടക്ക ശുശ്രൂഷയിൽ സംസ്കാരത്തിൽ പങ്കെടുക്കാനായിട്ട് ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം ചുമക്കുന്ന പുരോഹിതന് നിർവാഹമില്ല. എന്താണ് ഇതിലൂടെ ദൈവം പറഞ്ഞറിയിക്കുന്ന ദൂത്? അതായത് ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന പുരോഹിതൻ, അല്ലെങ്കിൽ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന് ഈ മരണ അടക്ക ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് വ്യവസ്ഥയില്ല. എന്താണ് ഇതിലൂടെ കർത്താവ് ഒരു നിഴലായി പറയുന്നത് എന്നുള്ളതിന്റെ വ്യാഖ്യാനം പറഞ്ഞിട്ട് എന്റെ പ്രധാനപ്പെട്ട ദൂതിലേക്ക് ഞാൻ കടക്കാം. ദൈവം പറയുന്നത്, എന്റെ ഹിതം ചെയ്യുന്ന, എന്റെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരമുള്ള ഒറ്റ പുരോഹിതനും മരണ അടക്ക ശുശ്രൂഷയിൽ അവർ പോകാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മരിച്ചവരുമായിട്ട് അവന് യാതൊരു ബന്ധവുമില്ല. കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ സുവിശേഷം 11:25 മാർത്തയോട് പറയുന്നു, യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമേൻ.
പഴയ നിയമത്തിൽ ഒരു പുരോഹിത വർഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്യുകയാണ്, ഈ പുരോഹിതന്മാർ ശവത്താൽ മലിനമാകരുത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശവവുമായിട്ട് അല്ല, മരണവുമായിട്ട് ഈ പുരോഹിതന്മാർക്ക് ഒരു കൊടുക്കൽ വാങ്ങലുമില്ല. ഇന്ന് രാത്രികാലം അതൊരു നിഴലായി നിൽക്കുകയാ. എന്താണെന്നറിയാമോ? പുതിയ നിയമ സഭയോട്, പുതിയ നിയമ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമ വിശ്വാസികളോട് ദൈവം ഇതിലൂടെ ഒരു രൂപ കൈമാറുകയാ. ഈ രാജകീയ പുരോഹിത വർഗമായ പുതിയ നിയമ അഭിഷക്തന്മാരെ, നിങ്ങൾക്ക് മരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്ക് മരണവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുകയില്ല എന്ന് പറയുന്നതിന്റെ പൊരുളാണ്, യേശു കർത്താവിൽ വിശ്വസിക്കുന്നവന് മരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ചോദ്യം. ചിലരുടെ മറുപടി, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ചിലതിനെ നോക്കി ദൈവം തന്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവന്റെ മേൽ ദൈവം തന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരത്തെ കൈമാറുകയാ. ഈ രാത്രികാലം ആ അഭിഷേക തൈലത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്ന അഭിഷക്തന്മാരെ തൊടുവാൻ ഈ ദൈവം അനുവദിക്കുകയില്ല. കാര്യം അവർ ലോകത്തിന്റെ സംസ്കാരപ്രകാരം ജീവിക്കുന്നവരല്ല, അവർ സ്വർഗീയ സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ്. സങ്കീർത്തനം 20:6 സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവൻ ഉത്തരമരുളും. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന, ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം തലമേൽ വഹിക്കുന്നവനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം അരുളപ്പാട് അറിയിക്കുകയാണ്. യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കും. അവൻ തന്റെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന്റെ വലങ്കയ്യാൽ അവനെ വിടുവിക്കും. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്നെങ്കിൽ, ജീവിതത്തിലെ പ്രതിസന്ധികളും കഷ്ടങ്ങളും പ്രയാസങ്ങളുടെ നടുവിൽ വീർപ്പ് മുട്ടുന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം ഒരു അഭിഷേകത്തിന്റെ സംസ്കാരത്തെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ആ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം നിന്റെ മേൽ ഉണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും ദൈവം പറയുകയാണ്, യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് 2016. 2020 നവംബറോടെ അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ കാലയളവ് തീരാൻ പോകുകയാണ്. പക്ഷേ തന്റെ ഈ 4 വർഷത്തെ കാലയളവിൽ, പ്രസിഡൻഷ്യൽ ഓഫീസ് താൻ കൈകാര്യം ചെയ്ത കാലയളവിൽ താൻ 20 മിഷണറിമാരെ, വിവിധ രാജ്യങ്ങളിൽ തടവിലായിരുന്ന മിഷണറിമാരെ മടക്കി അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. തന്റെ ആ ഇന്റർവ്യൂവിൽ താൻ പറയുന്നത്, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം എന്റെ രാജ്യക്കാരൻ അല്ലെങ്കിൽ അമേരിക്കൻ പൗരത്വത്തിലുള്ള ഒരുത്തനെയും മറ്റ് രാജ്യങ്ങളുടെ കാരാഗ്രഹത്തിന്റെ അകത്ത് അകപ്പെടുത്തി ഒതുക്കിക്കളഞ്ഞ് പൂട്ടുവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് എന്ത് വില കൊടുത്തും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ 20 മിഷണറിമാരെ രക്ഷിച്ച് സ്വദേശത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ തയ്യാറായെങ്കിൽ, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, അഭിഷേകത്തിന്റെ തൈലമായ ദൈവത്തിന്റെ സംസ്കാരം ചുമക്കുന്ന നിന്നെ യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്നും സ്വർഗത്തിലെ ഇരുന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ വിടുവിക്കുമെന്ന തിരുവെഴുത്ത് ഈ രാത്രികാലം നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ലേവ്യ പുസ്തകം 21:12 യഹോവ മോശയോട് പറയുകയാണ്, അവൻ വിശുദ്ധ മന്ദിരം വിട്ട് പുറത്തു പോകരുത്, അവൻ ദൈവത്തിന്റെ മന്ദിരം അശുദ്ധമാക്കരുത്. ഒറ്റ കാരണമേ ഉള്ളൂ, അവന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം ഇരിക്കുന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, പലർക്കും പലയിടത്തും പോകാം, പലർക്കും പല കാര്യങ്ങളിലും ഏർപ്പെടാം. 40 ലക്ഷം വരുന്ന ജനം പല ഏർപ്പാടുകളിലും അവർക്ക് പങ്കെടുക്കാം.
പല സമയങ്ങൾക്കും അവർക്ക് പലയിടങ്ങളിലും പോകാം, പല കാര്യങ്ങളും ചെയ്യാം. എന്നാൽ ഈ രാത്രികാലം ചില മൈനോറിറ്റിയെ നോക്കി, അല്ല ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു ലേവ്യ പുരോഹിത വർഗത്തെ നോക്കി ദൈവത്തിന് ഈ രാത്രികാലം ഒരു അരുളപ്പാട് കൈമാറാനുണ്ട്. നിങ്ങൾ വിശുദ്ധ മന്ദിരം വിട്ട് പുറത്തു പോകരുത്, നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം ഇരിക്കുന്നു. ഈ രാത്രികാലം ആമേൻ, ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരത്തിൽ ജീവിക്കുന്നവന് ലോകക്കാർ ജീവിക്കുന്നത് പോലെ ജീവിപ്പാൻ വ്യവസ്ഥയില്ല. ലോകക്കാർ പലയിടത്തും പോകും, പല കാര്യങ്ങളിലും ഏർപ്പെടും. എന്നാൽ ഈ രാത്രികാല ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം ചുമക്കുന്ന നിനക്കും എനിക്കും ഈ രാത്രികാലം പോകേണ്ടാത്തതായ ഇടങ്ങളുണ്ട്. ദൈവം കൽപ്പിക്കുന്നിടത്ത് മാത്രമേ പോകുവാൻ കഴിയത്തുള്ളൂ. കാര്യം നിന്റെ മേൽ അവൻ സ്വർഗത്തിലെ സംസ്കാരം ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം ചുമക്കുന്ന കൂട്ടർ. നമ്മൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ വിവിധ സംസ്കാരങ്ങളുണ്ട്. ഈ സംസ്കാരങ്ങളെ തിരിച്ചറിയുന്നത് അവരവരുടെ വ്യത്യസ്തമായ ജീവിത രീതികൾ, വേഷവിധാനങ്ങൾ, അവരുടെ ഭക്ഷണ രീതികൾ, ആ ദേശത്തുള്ള പല കലാസൃഷ്ടികൾ, അവർ സംസാരിക്കുന്ന ഭാഷ എന്നീ വസ്തുതകളാലാണ് ഇന്ന സംസ്കാരത്തിൽ പെട്ട ആളാണ് ഇന്ന വ്യക്തി എന്ന് നാം പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം ചുമക്കുന്നവരെയും അവൻ തിരിച്ചറിയുവാനായിട്ട് ചില അവൻ വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഒരു സംസ്കാരത്തെ തിരിച്ചറിയുന്നത് ആ ദേശത്ത് ചെന്ന് ആ ദേശത്തുള്ള ചില കലാസൃഷ്ടികളെ കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന ദേശക്കാരുടെ സംസ്കാരത്തിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ താജ്മഹൽ ഏതെങ്കിലും ഒരു നാട്ടുകാരൻ, ഒരു ആഫ്രിക്കക്കാരനോ അറബിയോ എന്ന് പറയുക താജ്മഹൽ ഞങ്ങളുടെ സംസ്കാരത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഇന്ത്യക്കാരനും സമ്മതിച്ചു കൊടുക്കുകയില്ല. അത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ അഭിഷേക തൈലമായ ദൈവത്തിന്റെ സംസ്കാരം ചുമക്കുന്നവർക്കും ചില അവകാശങ്ങളുണ്ട്. 1 ശമൂവേൽ 10:1 ഇങ്ങനെ പറയുന്നു, അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേക തൈലമായി ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം ചുമക്കുന്നവനെ അവൻ സ്വർഗത്തിലെ ദൈവം അവകാശിയാക്കുകയാണ്. എന്താണ്? യഹോവയുടെ അവകാശത്തിന്റെ പ്രഭുവാക്കി അവനെ ഉയർത്തുകയാണ്. ശമൂവേൽ ശൗലിന്റെ മേൽ തൈലപാത്രത്തിൽ നിന്ന് അഭിഷേക തൈലം ഒഴിച്ചുകൊണ്ട് ശൗലിനോട് പറയുകയാ, ശൗലേ, ഇന്നു മുതൽ നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലം വീണ അന്നു മുതൽ നീ ഇനി യഹോവയുടെ അവകാശത്തിന്റെ പ്രഭുവാണ്, മറക്കരുത്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഈ ലോകത്ത് എനിക്കൊരു സമ്പത്തില്ല, എനിക്കൊരു നീക്കിയിരിപ്പില്ല, എന്നെ ആരും വകവെക്കുന്നില്ല, എനിക്കാരും ഇല്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നെങ്കിൽ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന നിന്റെ മേൽ, അല്ല ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം വീണിരിക്കുന്ന നിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം അവൻ തന്റെ അവകാശങ്ങളെ കൈമാറിയിട്ടുണ്ട്. നിന്നോട് ഈ രാത്രികാലം ദൈവം പറയുകയാ, മകനെ, മകളെ, നീ യഹോവയുടെ അവകാശത്തിന്റെ പ്രഭുവാണ്. 1 ശമൂവേൽ 9:3 അവൻ ഈ ശൗലിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. തന്റെ മേൽ യഹോവയുടെ അഭിഷേക തൈലമായ സംസ്കാരം വീഴുന്നതിന് മുന്നമേ തന്നെ കുറിച്ച് പറയുന്നത് തന്റെ അപ്പന്റെ കഴുതകളെ അന്വേഷിച്ചിറങ്ങിയ ഒരു ശൗലിനെ കുറിച്ചാണ്. തന്റെ അപ്പന്റെ കഴുതകൾ നഷ്ടപ്പെട്ടു പോയി, താനിപ്പോൾ ആ കഴുതകളെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. ശൗലിന്റെ അപ്പനായ 1 ശമൂവേൽ 9:3 ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തന്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്ക എന്ന് പറഞ്ഞു. അവൻ എഫ്രൈം മലനാട്ടിലും ശാലീം ദേശത്തും കൂടെ സഞ്ചരിച്ചവയെ കണ്ടില്ല. അവർ ശാലീം ദേശത്ത് കൂടെ സഞ്ചരിച്ചു, അവിടെയും ഇല്ലായിരുന്നു. അവൻ ബെന്യാമിൻ ദേശത്തും കൂടെയും സഞ്ചരിച്ചു, എങ്കിലും കണ്ടുകിട്ടിയില്ല.
ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരത്തിലേക്ക് ശൗൽ കാലെടുത്ത് വെക്കുന്നതിന് മുന്നമേ അവൻ തിരുവചനം പറയുന്നത്, അല്ലെങ്കിൽ ശൗലിനെ തിരുവചനം പരിചയപ്പെടുത്തുന്നത്, അവൻ അപ്പന്റെ കഴുതകളെ, കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു ശൗലിനെ അല്ല, അവൻ അപ്പന്റെ അവകാശത്തിൽപ്പെട്ട 2 കഴുതകൾ കാണാതെ പോയി അതിനെ അന്വേഷിച്ച് നടക്കുന്ന ശൗലിനെയാണ് തിരുവചനം പരിചയപ്പെടുത്തുന്നത്. എന്നാൽ തന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം വീണ നാൾ മുതൽ അപ്പന്റെ കാണാതെ പോയ കഴുതകളുടെ അവകാശിയായിട്ടല്ല തിരുവചനം അവനെ പരിചയപ്പെടുത്തുന്നത്, യഹോവയുടെ അവകാശത്തിന്റെ അവൻ പ്രഭുവായിട്ടാണ് തിരുവചനം അവനെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വാസത്തിൽ ഇറങ്ങിയതിന്റെ പേരിൽ, വിശ്വാസത്തിൽ നിൽക്കുന്നതിന്റെ പേരിൽ അപ്പന്റെ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടു പോയി. അതിന്റെ പുറകെ ഈ രാത്രികാലം നീ പോകാതെ നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ രാത്രികാലം സർവശക്തനായ ദൈവം സ്വർഗവും ഭൂമിയും അതിന്റെ അവകാശിയായ ദൈവത്തിന്റെ അവകാശത്തിന്റെ പ്രഭുവാക്കി ദൈവം നിന്നെ മാറ്റുവാനിടയായി തീരും. അപ്പന്റെ നഷ്ടപ്പെട്ടു പോയ കഴുതകളെ തേടി നടക്കുന്ന ഒരു ശൗൽ, എന്നാൽ ആ ശൗലിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലം വീണപ്പോൾ, ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരത്തിലേക്ക് ശൗൽ കാലെടുത്ത് വെച്ചപ്പോൾ അവൻ കഴുതകളുടെ അവകാശിയായിട്ടല്ല, പിന്നെയോ യഹോവയുടെ അവകാശങ്ങളുടെ പ്രഭുവാക്കി സ്വർഗത്തിലെ ദൈവം അവനെ മാറ്റി. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ വാട്ടം മാലിന്യമേൽക്കാത്ത സ്വർഗീയമായ അവകാശി ആക്കി തീർക്കാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കിടയായിത്തീരും. ഈ ശൗലിന്റെ 2 കഴുതകൾ കാണാതെ പോയതൊരു അബദ്ധമല്ല. ശൗൽ തന്റെ അപ്പന്റെ കഴുതകളെ തെരഞ്ഞ് ഇറങ്ങുവാൻ തക്കവണ്ണം കാരണമായ ആ കഴുതകൾ കാണാതെ പോയതൊരു അബദ്ധമല്ല പ്രിയരെ. 1 ശമൂവേൽ 9:16 സർവശക്തനായ ദൈവം ശമൂവേൽ പ്രവാചകനോട് ഈ സംഭവം നടക്കുന്നതിന്റെ തലേന്ന് അവനൊരു ദൂത് വിളിച്ച് പറയുന്നുണ്ട്. നാളെ ഇന്നേരത്ത് ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കും. എൻ്റെ ജനത്തിന്റെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുക കൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. യഹോവ ശമൂവേലിനോട് തലേന്ന് രാത്രിയിൽ അവൻ ഇടപെടുകയാ. ശമൂവേലെ, നാളെ ഇന്നേരത്ത് ഒരുവൻ നിന്റെ അടുക്കൽ വരും. അവൻ വരുന്നതിന്റെ കാരണമെന്നറിയാമോ? അവൻ തേടി ഇറങ്ങിയിരിക്കുന്ന തന്റെ അപ്പന്റെ കഴുതകളെ അവന് കാണാൻ കിട്ടുന്നില്ല. ആ കഴുതകൾ എവിടെയായിരിക്കുമെന്ന് അവൻ തിരക്കുവാനായിട്ട് പ്രവാചകനായ ശമൂവേലിന്റെ അടുക്കൽ നാളെ ഇന്നേരത്ത് വരുമെന്ന് സർവശക്തനായ ദൈവം പറഞ്ഞെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ അപ്പന്റെ കഴുതകൾ കാണാതെ പോയതല്ല. സർവശക്തനായ ദൈവം ഒരു നിമിഷ നേരത്തേക്ക് അല്ലെങ്കിൽ ചില സമയത്തേക്ക് ആ കഴുതകളെ മറച്ചു പിടിച്ചതാ. കാര്യം മറച്ചു പിടിച്ചാൽ മാത്രമേ അവൻ യഹോവയുടെ അഭിഷേക തൈലം ശൗലിന്റെ മേൽ വീഴുവാൻ ശമൂവേലിന്റെ അടുക്കൽ ഇവൻ വരത്തുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ചിലരുടെ നന്മകളെ സ്വർഗത്തിലെ ദൈവം ഈ നാളുകളിൽ മനഃപൂർവ്വമായി മറച്ചു പിടിച്ചിരിക്കുകയാ. എന്താ കാര്യമെന്നറിയാമോ? ആ നന്മകൾ കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ ആ നന്മകളുമായി മടങ്ങി നീ വീട്ടിൽ പോകും. ശൗലേ, പക്ഷേ നിന്റെ നന്മകളെ അപ്പന്റെ അവകാശം ചില ദിവസങ്ങളിലേക്ക്, ചില നാളുകളിലേക്ക്, ചില മണിക്കൂറുകളിലേക്ക് മറച്ചു പിടിക്കാൻ ദൈവം തീരുമാനിക്കുകയാ. കാര്യം നീ ശമൂവേലിന്റെ അടുക്കൽ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം പ്രാപിപ്പാനായിട്ട് നാളെ ഇന്നേരത്ത് എത്തണമെന്നുള്ളത് എന്റെ പദ്ധതിയാണ്. ഈ രാത്രികാലം ചിലതിനെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരത്തിലേക്ക് അവൻ കരം പിടിച്ച് കൊണ്ടെത്തിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് നിന്റെ നന്മയെ ചില മണിക്കൂർ നേരത്തേക്ക്, ചില നാളുകൾക്ക് ഈ രാത്രികാലം ദൈവം മറയ്ക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. അത് നിന്നെ നശിപ്പിക്കുവാനല്ല, അപ്പന്റെ കഴുതകളുടെ അവകാശിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ അവകാശത്തിന്റെ പ്രഭുവാക്കി മാറ്റുവാൻ അഭിഷേക തൈലവുമായിട്ട് ഒരു ശമൂവേൽ അവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശൗലേ, അതുകൊണ്ട് നീ അലഞ്ഞു തിരഞ്ഞ് നടക്കാതെ, അവൻ നഷ്ടപ്പെട്ടതിന്റെ പുറകെ നടക്കാതെ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഈ രാത്രികാലം മടങ്ങി വരുവാൻ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാവോ.
ആരോടാ ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് പറയുന്നത് എനിക്കറിയത്തില്ല. നഷ്ടപ്പെട്ടു പോയ എന്തിനെയോ തിരക്കി നാളുകളായി ചിലർ അവൻ അലഞ്ഞു തിരിയുകയാ. എഫ്രൈം മലനാട്ടിൽ തിരിഞ്ഞു കണ്ടില്ല, ബെന്യാമീൻ ദേശത്തെല്ലാം തിരഞ്ഞു കണ്ടില്ല, എവിടെയും കേട്ടിട്ടില്ല, ആരും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്താ കാര്യമെന്നറിയാമോ? നീ നിന്റെ കണ്ണുകൊണ്ടത് കാണത്തില്ല ശൗലേ. നിന്റെ മേൽ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം വീണ് കഴിയുമ്പോൾ നീ വീട്ടിലെത്തുന്നതിന് മുന്നമേ ആ നന്മയെ അപ്പന്റെ അടുക്കൽ മടക്കി ദൈവം തന്നെ കൊടുത്തുകൊള്ളും. പക്ഷെ ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടിയതാ ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരമാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ അവകാശത്തിൻ്റെ പാർട്ട്ണർഷിപ്പ്, ക്യാപ്റ്റൻസി നൽകും. പ്രഭു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് ക്യാപ്റ്റൻ ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവന്റെ മേൽ ദൈവം തൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവാക്കി അവനെ സ്വർഗത്തിലെ ദൈവം മാനിക്കും. രണ്ടാമത്, അപ്പോൾ ആദ്യം നാം ചിന്തിച്ചത് സംസ്കാരങ്ങൾ തിരിച്ചറിയുന്നത് അവരുടെ അവകാശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അഭിഷേക തൈലമായ സംസ്കാരത്തിൽ ജീവിക്കുന്നവന്റെ അവകാശം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കാണുന്ന ഈ അവകാശങ്ങളല്ല, ഈ ലോകത്തിൽ കാണുന്ന ബംഗ്ലാവുകളും കാറുകളും ബിസിനസ് സാമ്രാജ്യങ്ങളുമല്ല. യഹോവയുടെ അവകാശത്തിന്റെ പ്രഭുവാണവൻ. വാട്ടം മാലിന്യം ഏൽക്കാത്ത ക്ഷയിക്കാത്ത നിത്യമായ അവകാശത്തിന്റെ അവകാശിയാണ് യഹോവയുടെ സംസ്കാരത്തിൽ ജീവിക്കുന്നവന്റെ അവകാശം എന്ന്. രണ്ടാമത്, സംസ്കാരത്തെ തിരിച്ചറിയുന്നത് അവരുടെ വേല കണ്ടിട്ടാണ്. അതായത് കുലത്തൊഴിൽ കണ്ടിട്ട് ഇന്ന സംസ്കാരത്തിൽപ്പെട്ടവനാണ് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ മാർവാടികളെല്ലാം സ്വർണം പണയം കൊടുക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അത് മാർവാടികളാണ് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അത് അവരുടെ സംസ്കാരത്തിൽപ്പെട്ട ഒരു ജീവിത കുലത്തൊഴിലാണ്. ചിലരെ കണ്ടു കഴിഞ്ഞാൽ തട്ടാന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവർ സ്വർണം പണിയുന്നവരാണ്. ആ സ്വർണ്ണപ്പണി അവരെ ആരും പഠിപ്പിക്കേണ്ട, അത് അവരുടെ സംസ്കാരത്തിൽ പെട്ടതാണ്. കുശവന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവൻ പാത്രങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അതവരുടെ സംസ്കാരത്തിൽപ്പെട്ടവരാണ്. തച്ചന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവർ ആശാരിപ്പണിക്കാരാണ്, അവർ മരത്തിന്റെ മേൽ പണിയെടുക്കുന്നവരാണ്. അപ്പോൾ ഓരോരുത്തരുടെയും സംസ്കാരം അവരവർ ചെയ്യുന്ന കുലത്തൊഴിലാൽ അവൻ തിരിച്ചറിയാമെങ്കിൽ ദൈവത്തിന്റെ അഭിഷേക തൈലം ചുമക്കുന്നവനും ഒരു കുലത്തൊഴിലുണ്ട്. തച്ചന്റെ മകനായ യേശു കർത്താവ് തച്ചന്റെ പണി ചെയ്തിരുന്നു. 30-ാമത്തെ വയസ്സ് വരെ യേശു കർത്താവ് തച്ചന്റെ പണി ചെയ്ത് നടന്നിരുന്നു. അത് അവരുടെ പിതൃപാരമ്പര്യമായ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു യേശു കർത്താവ് 30 വയസ്സ് വരെ ആശാരിപ്പണി ചെയ്ത് ജീവിച്ചത്. എന്നാൽ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അവൻ ഇങ്ങനെ പറയുന്നു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും, യേശു ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങുന്നതിന് മുന്നേ വരെയുള്ള യേശുവിന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്റെ അപ്പനായ യോസഫിന്റെ ആശാരിപ്പണിയായിരുന്നു. എന്നാൽ ആത്മാവിന്റെ ശക്തിയോടെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ലൂക്കോസ് 4:14 പറയുന്നത് യേശു ആത്മാവിന്റെയും ശക്തിയുടെയും കൂടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. ഗലീലയിൽ മടങ്ങിച്ചെന്ന് താൻ ദേവാലയത്തിൽ ചെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിച്ച വേദവാക്യമാണ് 4:18. എന്താണ്? ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, തച്ചനായ യേശു ക്രിസ്തു തന്റെ മേൽ സ്വർഗീയ അഭിഷേക തൈലം വീഴുന്നതിന് മുന്നമേ വരെ അവനൊരു ആശാരിപ്പണി ചെയ്ത് ജീവിച്ചെങ്കിൽ തന്റെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അഭിഷേക തൈലം വീണപ്പോൾ അവൻ ആശാരിപ്പണി നിർത്തി ചുറ്റികയും ഉളിയും മാറ്റിവെച്ച് ഇപ്പോൾ വിളിച്ചു പറയുകയാ, അവൻ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുന്ന കുലത്തൊഴിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ,
ഓരോരോ സംസ്കാരങ്ങളെ തിരിച്ചറിയുന്നത് അവർ ചെയ്യുന്ന കുലത്തൊഴിൽ കണ്ടിട്ടാണ്. അങ്ങനെങ്കിൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന, വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന, അല്ല ആമേൻ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരത്തിൽ ജീവിക്കുന്ന എന്റെയും നിന്റെയും കുലത്തൊഴിലാണ് ആമേൻ ബദ്ധന്മാരെ വിടുവിച്ചയക്കുക എന്നുള്ള സുവിശേഷം അറിയിക്കുക, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കുക, പീഡിതന്മാരെ വിടുവിച്ചയപ്പിക്കുക, കർത്താവിന്റെ പ്രസാദ വർഷത്തെക്കുറിച്ച് പ്രസംഗിക്കുക. ഇതാണ് ആമേൻ നമ്മുടെ കുലത്തൊഴിൽ എന്ന് പറയുന്നത്. ആമേൻ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന, ദൈവത്തിന്റെ അഭിഷേക തൈലം വഹിക്കുന്നവരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, എന്റെയും നിന്റെയും തൊഴിലെന്ന് പറയുന്നത് നശിച്ചു പോകുന്ന ഒരു ജനതയെ ആമേൻ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആമേൻ സുവിശേഷം എത്താത്ത ഇടങ്ങളിൽ പോയി സുവിശേഷം പറഞ്ഞ ആത്മാക്കളെ നേടുന്ന കുലത്തൊഴിലാണ് അഭിഷേക തൈലം ചുമക്കുന്നവന്റെ തൊഴിലെന്ന് പറയുന്നത്. ഇന്ന് രാത്രി അങ്ങനെ തൊഴിൽ ചെയ്യുന്നവരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിന്റെ മേൽ ദൈവം തന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരത്തെ പകർന്നിരിക്കുന്നു എന്ന് അതൊരു തെളിവാണ്. അപ്പോൾ രണ്ടാമത് കുലത്തൊഴിൽ സംസ്കാരങ്ങളെ തിരിച്ചറിയുന്നത്, ഒന്ന് അവരുടെ അവകാശങ്ങൾ കണ്ടിട്ട്, രണ്ട് അവരുടെ തൊഴിൽ കണ്ടിട്ട്, മൂന്നാമതായിട്ട് സംസ്കാരങ്ങൾ തിരിച്ചറിയുന്നത് അവരുടെ ഭക്ഷണ രീതി കണ്ടിട്ടാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ അധികം ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ തിന്നുന്നവർ നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് പറയും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ സംസ്കാരത്തിൽപ്പെട്ട ഒരു ഫുഡ് ഹാബിറ്റാണ്. ചോറൊക്കെ കഴിക്കുന്നത് സൗത്ത് ഇന്ത്യൻസ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ചോറ് കഴിക്കുന്നത്. ഇനി മലയാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊറോട്ടയും ബീഫും കഴിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും സംശയമില്ലാതെ പറയാം, അത് മലയാളികളാണ്. കാര്യം അത് നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ടതാണ്. നമ്മളെ തെറി പറഞ്ഞിട്ടോ നമ്മളെ ശകാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അങ്ങനെയെങ്കിൽ ഓരോരോ സംസ്കാരങ്ങൾക്ക് അതാത് ഭക്ഷണ രീതികളുണ്ട്. ഒരു ദേശത്ത് ചെന്ന്, അല്ലെങ്കിൽ മിക്സഡ് കമ്മ്യൂണിറ്റി ആമേൻ താമസിക്കുന്ന ഒരു ഇടത്ത് ചെന്ന് ആമേൻ ഒരു പ്രത്യേകതരം ഫുഡ് ആരെങ്കിലും കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി പറയുവാൻ കഴിയും, അത് ഇന്ന നാട്ടുകാരനാണെങ്കിൽ ഇന്ന സംസ്കാരത്തിൽപ്പെട്ടവനായത് കൊണ്ടാണ് അവൻ ആ ഭക്ഷണം കഴിക്കുന്നത്. ചൈനീസ് സംസ്കാരത്തിൽപ്പെട്ട ഭക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ വാർത്തയിലൊക്കെ കേൾക്കുവാനിടയിൽ അവർ ഉടുമ്പിനെയും ആമേൻ വവ്വാലിനെയും വരെ തിന്നുന്നു. അതുകൊണ്ട് കൊറോണ വരെ ലോകത്ത് വന്നു. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഉടുമ്പിനെയും വവ്വാലിനെയും ഒക്കെ തിന്നുന്നതാ ആരുടെ സംസ്കാരത്തിൽ പെട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കുഞ്ഞുങ്ങൾ പോലും കണ്ണുവടച്ച് പറയും അത് ചൈനീസ് സംസ്കാരത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് ഓരോ സംസ്കാരങ്ങളെയും അവരുടെ ഭക്ഷണ രീതികൾ കണ്ട് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരും കൂടെ യോഹന്നാൻ 4:31, 32, 33 വാക്യങ്ങളിൽ നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയും. അതായത് യേശു ശിഷ്യന്മാരും യഹൂദ്യ ദേശം വിട്ട് ഗലീലയിലേക്ക് യാത്രയാകുകയാണ്. 4-ാം അധ്യായം യോഹന്നാൻ. അവർക്ക് ശമരിയയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സൂഖാർ എന്ന ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവയുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്ന് യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ആമേൻ. എന്താ സംഭവിക്കുന്നത്? യേശുവും തന്റെ ശിഷ്യന്മാരും യഹൂദ്യ ദേശം വിട്ട് തിരിച്ച് ഗലീലയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഗലീലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ ശമരിയയിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. നട്ടുച്ച നേരത്ത് അവർ യാത്ര ചെയ്യുമ്പോൾ, കാൽനടയായി യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർ ക്ഷീണിച്ചു. അപ്പോൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ പട്ടണത്തിൽ പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയി. യേശുവോ ഒരു കിണറ്റിന്റെ അരികിൽ വന്നിരുന്നു. ആ കിണറ്റിന്റെ അരികിൽ വന്നിരുന്നപ്പോൾ അവിടെ ശമര്യക്കാരത്തി ഒരു സ്ത്രീ വെള്ളം കോരുവാൻ തന്റെ അടുക്കൽ വന്നപ്പോൾ യേശു ആ സ്ത്രീയോട് വെള്ളം ചോദിച്ചു. ബാക്കി ചരിത്രമെല്ലാം നമുക്കറിയാമല്ലോ. യേശു സുവിശേഷം അറിയിച്ചു. യേശു സുവിശേഷം അറിയിച്ചതിന്റെ നിമിത്തം ആ സ്ത്രീ യേശു മശിഹയാണെന്ന് തിരിച്ചറിഞ്ഞ് തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഈ സംഭവം കഴിഞ്ഞപ്പോൾ 4-ാം അധ്യായം യോഹന്നാൻ 4:31 അതിനിടയിൽ ശിഷ്യന്മാർ അവനോട് റബ്ബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതായത് ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പട്ടണത്തിലേക്ക് പോയിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഈ സംഭവം യേശുവും ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംസാരം നടക്കുന്നത്. ആ സംസാരം നടന്നു കഴിഞ്ഞ് ആ സ്ത്രീ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭക്ഷണവുമായിട്ട് ശിഷ്യന്മാർ അടുക്കൽ വന്നു. യേശുവിനോട് പറയുന്നത് റബ്ബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അപ്പോൾ യേശുവിന്റെ മറുപടി നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ 33-ാമത്തെ ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു.
യേശുവിന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാനായിട്ട് പട്ടണത്തിൽ പോയി ഭക്ഷണം വാങ്ങി തിരികെ എത്തിയപ്പോഴത്തേക്ക് ആമേൻ യേശുവിനോട് പറയുക, അതേ ഗുരു ഭക്ഷണം റെഡിയാണ്, ആമേൻ ഫുഡ് വന്നിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ തമ്മിൽ പറയേ, എടാ നമ്മൾ പോയപ്പോൾ യേശു ന്യൂട്രൽ സൊമാറ്റോ വഴി ഫുഡ് എങ്ങാനും ഓർഡർ ചെയ്ത് കഴിച്ചു കാണുമോ? നമ്മളെ കൂട്ടാതെ യേശു ഫുഡ് അടിച്ചു എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറയുമ്പോൾ 34-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന, അല്ല പരിശുദ്ധാത്മാവെന്ന അഭിഷേക തൈലത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്ന നിന്റെ ആഹാരം എന്ന് പറയുന്നത് ലോകത്തിന്റെ ആഹാരമല്ല, മറ്റുള്ളവർ ഭക്ഷിക്കുന്ന ആഹാരമല്ല, നിന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി ചെയ്യുന്നതാണ് നിന്റെ ആഹാരം. 125 കിലോമീറ്ററോളം സഞ്ചരിപ്പാനുള്ളപ്പോൾ ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന യേശു ഒരു സ്ത്രീയോട് സുവിശേഷം അറിയിച്ചപ്പോൾ ആ സ്ത്രീ യേശു മശിഹയാണെന്ന് വിശ്വസിച്ചപ്പോൾ, അല്ല ഒരു ആത്മാവിനെ താൻ നേടിക്കഴിഞ്ഞപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്റെ വിശപ്പടങ്ങി ഞാൻ ഭക്ഷണം കഴിച്ചു. എന്താണ് എന്റെ ഭക്ഷണം എന്നറിയാമോ? എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത അവന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ് എന്റെ ആഹാരം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ നീന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരമുണ്ട് എന്നുള്ളതിന്റെ അടയാളം എന്താണെന്നറിയാമോ? നീ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നവനാണെങ്കിൽ അതാണ് നിന്റെ ആഹാരം. ആ ആഹാര രീതി കണ്ട് നീ അഭിഷേക തൈലത്തിൽ പെട്ടവനാണ് എന്ന് ലോകം തിരിച്ചറിയുവാനിടയായി തീരും. അവൻ നാളുകളായി ഉപവസിക്കുന്ന ദൈവമക്കൾ ചിലപ്പോൾ ഈ രാത്രികാലം എന്നെ കേൾക്കുന്നുണ്ടാകാം. അവൻ ഭക്ഷണം വെടിഞ്ഞ്, അവൻ വെള്ളം വെടിഞ്ഞ്, അവൻ ഒറ്റക്കിരുന്ന് ഒട്ടിയ വയറുമായി, അവൻ കീറപ്പായിൽ മുഴങ്കാൽ മടക്കി നാളുകളായി പ്രാർത്ഥിക്കുന്ന ചിലർ ഈ രാത്രികാലം എന്നെ കേൾക്കുന്നുണ്ടാകാം. ലോകം നിന്നെ ഭോഷൻ എന്ന് വിളിക്കുന്നുണ്ടാകാം. പക്ഷെ ഈ രാത്രികാലം അഭിഷേക തൈലത്തിന്റെ സംസ്കാരം നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് നിന്നെ ഉപവാസത്തിൽ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത അവന്റെ പ്രവൃത്തി പൂർത്തീകരിപ്പാനാണ് അവൻ നീ ഈ നാളുകളിൽ ഉപവസിക്കുന്നത് എന്നുള്ള ദൂത് ഈ രാത്രികാലം ഉപവസിക്കുന്നവർക്ക് ഞാൻ കൈമാറുകയാണ്. ആമേൻ. യോഹന്നാൻ 17:4 കർത്താവ് പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുന്നു. യോഹന്നാൻ 4:34 കർത്താവ് പറയുകയാണ്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ് എന്റെ ആഹാരം എന്ന് പറഞ്ഞ കർത്താവ് അവൻ 13 അധ്യായങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ് 17-ാമത്തെ അധ്യായത്തിൽ താൻ പറയുകയാണ്, അവൻ നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിന് പറയുവാനുള്ള അടുത്ത കാര്യം, പിതാവേ, നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഈ രാത്രികാലം ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരത്തിൽ ജീവിക്കുന്ന ദൈവമൈതലേ, നിന്റെ ആഹാരം എന്ന് പറയുന്നത് അവൻ ലോകത്തിന്റെ ആഹാരമല്ല, ലോകത്തിന്റെ സംസ്കാരത്തിന്റെ ആഹാരമല്ല. ഇന്ന് രാത്രി നിന്റെ ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ് നിന്റെ ആഹാരം. ആ ആഹാരം ചെയ്ത് അവന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ദൈവം തന്റെ മഹത്വം കൊണ്ട് നിന്നെ നിറയ്ക്കുവാനിടയായി തീരും. ആ മഹത്വം നിന്റെ മേൽ വരുമ്പോൾ അവൻ ഒരു ശക്തികൾക്കും ഒരു അന്ധകാര മണ്ഡലങ്ങൾക്കും നിന്നെയോ നിന്റെ ശുശ്രൂഷയോ ഒതുക്കുവാൻ കഴിയത്തില്ല. യേശു പറയുക, നിന്റെ ഇഷ്ടം ചെയ്ത നിന്റെ അവൻ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് എന്റെ ആഹാരം. ആ ആഹാരം ഞാൻ 17-ാം അധ്യായത്തിൽ പൂർത്തീകരിച്ചത് കൊണ്ട് നിന്റെ മഹത്വത്തിലേക്ക് എന്നെ എടുക്കണമേ. ഇന്ന് രാത്രികാലം അഭിഷേക തൈലത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന ചിലതിനോട് ഈ രാത്രികാലം ദൈവം തന്റെ മഹത്വത്തെ കൈമാറുകയാണ്. വിശ്വസിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവെന്ന അഭിഷേക തൈലത്തിന്റെ സംസ്കാരം, ആ സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് എന്നെയും നിന്നെയും കണ്ടാൽ തിരിച്ചറിയണം. എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒന്ന്, നമ്മുടെ അവകാശങ്ങൾ, യഹോവയുടെ അവകാശത്തിന്റെ പ്രഭുവാണ് നമ്മൾ. രണ്ട്,
ആമേൻ. നമ്മുടെ കുലത്തൊഴിൽ, നമ്മുടെ തൊഴിൽ കണ്ടാൽ അറിയണം എന്താണ് നമ്മുടെ തൊഴിൽ. ആമേൻ. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി, ആമേൻ, ലൗകികമായ പല ജോലികളും ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ. എന്നാൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുവനെ കൂടെ കർത്താവിന് വേണ്ടി നേടുവാനുള്ള ആമേൻ സുവിശേഷ വേല എന്ന തൊഴിൽ നീ ചെയ്യുന്നവനായിരിക്കണം. മൂന്നാമതായിട്ട് ആമേൻ, ഒരു സംസ്കാരത്തെ തിരിച്ചറിയുന്നത് അവരുടെ ഭക്ഷണ രീതി കണ്ടാണ്. എന്താണ് ഒരു അഭിഷേക തൈലം ചുമക്കുന്നവന്റെ ഭക്ഷണം എന്ന് പറയുന്നത്? അവൻ തന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ് അവന്റെ ആഹാരം എന്ന് പറയുന്നത്. നാലാമതായി എല്ലാ സംസ്കാരങ്ങളെയും തിരിച്ചറിയുന്നത് ഓരോ ഭാഷ കണ്ടാണ്. അറബി സംസാരിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവർ അറേബ്യൻ സംസ്കാരത്തിൽപ്പെട്ടവരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇന്ത്യൻ ഭാഷകൾ സംസാരിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇന്ത്യൻ സംസ്കാരത്തിൽ ജനിച്ചവരാണ്, ജീവിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ചൈനീസ് ഭാഷകൾ സംസാരിക്കുന്നവരെ കണ്ടാൽ അവർ മംഗോളിയൻ സംസ്കാരത്തിൽപ്പെട്ടവരാണ് എന്ന് അവർ സംസാരിക്കുന്ന ഭാഷകളെ കുറിച്ച് നമുക്ക് ആ ഭാഷയിൽ നിന്ന് തിരിച്ചറിയുവാൻ കഴിയും. ഇനി മലയാളികൾ സംസാരിക്കുന്ന മലയാളം എന്ന ഭാഷ AD 830 അവൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. AD 830 ആമേൻ പ്രഖ്യാപിക്കപ്പെട്ട മലയാള ഭാഷ സംസ്കാരിക്കുന്നവർ ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളീയ സംസ്കാരത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ് എന്ന് ലോകം നമ്മൾക്ക് ആമേൻ ലേബൽ തരും. എന്നാൽ ഈ രാത്രികാലം ആമേൻ ദൈവത്തിന്റെ അഭിഷേക തൈലത്തായ സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്കും ഒരു ഭാഷയുണ്ട് പ്രിയരെ. മർക്കോസിന്റെ മാളിക മുറിയിൽ പെന്തക്കോസ് നാളിൽ ആമേൻ ദൈവമക്കൾ എല്ലാവരും കൂടിയിരുന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിനാവ് പോലെ പിളർന്ന നാവിനാൽ അവരുടെ മേൽ പതിക്കുകയും അവരെല്ലാവരും ഒരുമിച്ച് അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തികൾ 2:1-3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആമേൻ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അഭിഷേക തൈലമായ ദൈവത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്ന എന്നെയും നിന്നെയും തിരിച്ചറിയുന്നത് നീയും ഞാനും സംസാരിക്കുന്ന ഭാഷയിലാ. അത് ഇന്ന് രാത്രികാലം മറ്റുള്ള ലോകഭാഷകളിൽ നിന്ന് വ്യത്യസ്തമാ. അത് ദൈവം തന്റെ ആത്മാവിനാൽ തന്റെ മക്കൾക്ക് നാവിന്മേൽ നൽകുന്ന അന്യഭാഷയാണ്. കേൾക്കുന്ന പ്രിയരെ, അന്യഭാഷ സംസാരിക്കുന്ന, അന്യഭാഷ പ്രാർത്ഥിക്കുന്ന, അന്യഭാഷയിൽ കരങ്ങളടിച്ച് ആരാധിക്കുന്ന, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന കൂട്ടത്തെ കണ്ടാൽ അറിയാം ഇത് ലോകത്തിന്റെ കൂട്ടരല്ല, ഇവർ ദൈവത്തിന്റെ അഭിഷേക തൈലം ചുമക്കുന്ന ഒരു കൂട്ടമാണെന്ന്. അല്ലെങ്കിൽ പറ, മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു ഭാഷയാണ് തിരുവെഴുത്ത് പരിചയപ്പെടുത്തുന്ന ദൈവത്തിന്റെ അഭിഷേക തൈലം ചുമക്കുന്നവന്റെ നാവിൽ നൽകിയിരിക്കുന്ന ഭാഷ. അത് അന്യഭാഷയാണ്. 1 കൊരിന്ത്യർ 14 അവൻ അവിടെ പറയുന്നത് അവൻ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. 120 പേരടങ്ങുന്ന കൂട്ടം. അവിടെ വെളിപ്പാടിൽ ദൂത് വിളിച്ചു പറഞ്ഞ പത്രോസുണ്ട്. യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാനുണ്ട്. യേശു മശിഹയാണെന്ന് തിരിച്ചറിഞ്ഞ ഫിലിപ്പോസ് ഉണ്ട്. എന്നാൽ ആ 3-4 പേരിൽ അല്ല 12 പേരിൽ മാത്രം ഒതുക്കി വെക്കാതെ കൂടിയിരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിച്ചെങ്കിൽ ഈ രാത്രികാലം വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരത്തിൽ ജീവിക്കുന്ന എന്നെയും നിന്നെയും കണ്ടാൽ ലോകം തിരിച്ചറിയുവാൻ ഇടയായി തീരണം. അവൻ നിന്റെ നാവിൽ അന്യഭാഷ അടയാളമായിട്ടുണ്ടെങ്കിൽ ആമേൻ. അങ്ങനെയുള്ളവരെ ലോകം മാത്രമല്ല തിരിച്ചറിയുന്നത്, അങ്ങനെയുള്ളവരെ അന്ധകാര മണ്ഡലങ്ങൾ പോലും തിരിച്ചറിയുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം നിങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥനാമുറിയിൽ നീ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോ, നിന്നെ തിരിച്ചറിയുന്ന ഒരു ആത്മമണ്ഡലമുണ്ട്. ആ ആത്മമണ്ഡലം വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. ഈ ഇരിക്കുന്ന കൂട്ടർ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരത്തിൽപ്പെട്ടവരാണ്. അവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അവരുടെ പ്രത്യേകത അവരുടെ മേൽ ആഭിചാരം വലിക്കുകയില്ല.
അവൻ അവരുടെ മേൽ ലക്ഷണവിദ്യ ഏൽക്കുകയില്ല. കാര്യം അവരുടെ പ്രാർത്ഥനയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇവൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്തെ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നത്. ദൈവത്തിന്റെ അഭിഷേക തൈലം ചുമക്കുന്നവനൊരു ഭാഷയുണ്ട്. 1 കൊരിന്ത്യർ 4:2 ഇങ്ങനെ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പൊ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന ആരും തിരിച്ചറിയുന്നില്ല, ആർക്കും തിരിച്ചറിയാൻ കഴിയത്തില്ല. സാധാ ഭാഷയിൽ നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭാഷ നാട്ടുകാർക്കും തിരിച്ചറിയാൻ കഴിയും, പൈശാചിക മണ്ഡലങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയും. നീ ഒരു വിഷയത്തിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുകയായിരിക്കും, കർത്താവേ എൻ്റെ മകളുടെ വിവാഹം നടക്കണമേ, അല്ലെങ്കിൽ എൻ്റെ മകനൊരു നല്ല ജോലി ലഭിക്കണമേ, എൻ്റെ സഭയ്ക്കൊരു നല്ല ഹോൾ ഉണ്ടാകണമേ, എൻ്റെ ശുശ്രൂഷയുടെ അതിരുകൾ വിശാലമാകണമേ എന്ന് നീ മറ്റുള്ളവർക്ക് തിരിച്ചറിയുന്ന ഭാഷയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നാട്ടുകാർക്കും മനസ്സിലാകും, പൈശാചിക മണ്ഡലങ്ങൾക്കും മനസ്സിലാകും. അപ്പോൾ അതിനെതിരെ അവൻ പൈശാചിക മണ്ഡലം പ്രവർത്തിക്കാൻ തുടങ്ങും. എന്നാൽ ഈ രാത്രികാലം അവൻ ദൈവത്തിന്റെ അഭിഷേക തൈലം ചുമക്കുന്നവന്റെ സംസ്കാരത്തിലുള്ള ഭാഷയായ അന്യഭാഷയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിഞ്ഞോ, അവൻ അത് നീയും ദൈവവും മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ. അതിൽ കൈമാറുന്ന ആത്മീയ ദൂതുകൾ, ആത്മീയ മർമ്മങ്ങൾ ഒരു അന്ധകാര മണ്ഡലങ്ങൾക്കും അത് ഡീകോഡ് ചെയ്തെടുക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്കറിയാമോ, അതിർത്തിയിൽ പട്ടാളക്കാർ അവൻ അന്യോന്യം സന്ദേശങ്ങൾ കൈമാറുന്നത് അവൻ ഹിന്ദി ഭാഷയിലോ അല്ലെങ്കിൽ മനുഷ്യർക്ക് തിരിയുന്ന ഏതെങ്കിലും ഭാഷയിലോ അല്ല, ശത്രു സൈന്യത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം കോഡഡ് ഭാഷകളിലാണ് അവർ ആശയവിനിമയങ്ങൾ നടത്തുന്നത്. അതിന്റെ അവൻ പിന്നിൽ ഒറ്റ രഹസ്യമേ ഉള്ളൂ, അവർ കൈമാറുന്ന ആശയവിനിമയത്തിന്റെ അകത്ത് നിൽക്കുന്ന അവൻ അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങൾ, രഹസ്യങ്ങൾ ശത്രു പിടിച്ചെടുക്കാൻ കഴിയരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് അവർ കോഡഡ് ഭാഷകളിൽ ആശയവിനിമയം നടത്തുന്നത്. അതിർത്തി കാൽക്കുന്ന ഭടന്മാർക്ക് പോലും അങ്ങനെ കോഡഡ് ഭാഷകൾ ആശയവിനിമയം നടത്തുവാനായിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം അഭിഷേക തൈലം എന്ന ദൈവത്തിന്റെ സംസ്കാരം ചുമക്കുന്ന എനിക്കും നിനക്കും ആമേൻ ഒരു ഭാഷയുണ്ട്. ആ ഭാഷ നീ സംസാരിക്കുന്നത് കാണുമ്പോൾ ആമേൻ നമ്മളെ തിരിച്ചറിയുവാൻ കഴിയും, നീ അഭിഷേക തൈലമായ ദൈവത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്നവനാണ്. അപ്പോൾ അഭിഷേക തൈലമായ ദൈവത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് അവകാശങ്ങളുണ്ട്. അഭിഷേക തൈലമായ ദൈവത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു കുലത്തൊഴിലുണ്ട്. അഭിഷേക തൈലമായ ദൈവത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് അവൻ ചില ഭക്ഷണ രീതിയുണ്ട്. അഭിഷേക തൈലമായ ദൈവത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് വ്യത്യസ്തമായ ഭാഷയുണ്ട്. അവൻ ഈ 4 കാര്യങ്ങൾ മറ്റു സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാര്യമാണ്. ഇനിയും ഒരു സംസ്കാരത്തിൽപ്പെട്ടവരെ മറ്റൊരു സംസ്കാരത്തിൽപ്പെട്ടവൻ അംഗീകരിക്കത്തില്ല. ഇപ്പൊ ഞാൻ പറയുകയാണ്, എനിക്ക് അമേരിക്കൻ സംസ്കാരത്തിൽ എന്നെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ തൊലിയും നിറവും എൻ്റെ സൗന്ദര്യമെല്ലാം കണ്ടിട്ട് അവർ പറയും, നീ ഇന്ത്യൻ വംശജനാണ്, നിന്നെ അമേരിക്കൻ സംസ്കാരത്തിൽ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയത്തില്ല. ഇന്ത്യൻ വംശജനായ അമേരിക്കക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഈ അടുത്ത ഇലക്ഷന് വേണ്ടി വൈസ് പ്രസിഡന്റിന് വേണ്ടി മത്സരിക്കുന്ന കമല ഹാരിസിനെ കുറിച്ച് അവൻ പറയുന്നത് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് എന്നാണ്. അവർ വർഷങ്ങളായി ചിലപ്പോൾ മാതാപിതാക്കളുടെ കാലഘട്ടം മുതൽ അമേരിക്കയിൽ ജീവിക്കുന്ന പൗരത്വമുള്ളവരായിരിക്കാം, പക്ഷേ ഇന്നും അവരുടെ മേൽ ഒരു ലേബൽ കിടപ്പുണ്ട്, ഇന്ത്യൻ വംശജയായ കമല ഹാരിസ്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സംസ്കാരത്തിൽ പെട്ടവനെ മറ്റൊരു സംസ്കാരക്കാരൻ പൂർണ്ണമായി ഉൾക്കൊള്ളുകയില്ല. എന്നാൽ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 7:9 ഇങ്ങനെ പറയുന്നു, ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ രാത്രികാലം ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ലോകത്തിലെ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരം
സംസ്കാരക്കാരനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ നിൽക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരത്തിന്റെ പ്രത്യേകത, നീ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിലും, നീ ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും, നീ ഏത് വംശത്തിൽപ്പെട്ടവനാണെങ്കിലും, നീ ഏത് ഭാഷയിൽപ്പെട്ടവനാണെങ്കിലും ദൈവത്തിന്റെ സംസ്കാരം നിന്നെ സ്വീകരിപ്പാൻ തയ്യാറാണ്. നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം വീഴുന്ന നിമിഷം മുതൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. അവർ പറയുന്നത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എന്നാൽ വചനം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ വിശ്വാസം കേൾവിയാൽ വരുന്നു എങ്കിൽ അവൻ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണമെന്ന ആഹ്വാനം അപ്പോസ്തലനായ പൗലോസ് നൽകുമ്പോൾ ഈ രാത്രികാലം എനിക്കും അത് തന്നെ ആവർത്തിക്കാനേ ഉള്ളൂ. അവൻ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവം പറയുകയാണ്, നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം വീഴും. ആ സംസ്കാരം വീട് കഴിയുമ്പോൾ നീ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിലും, നീ ഏത് ഭാഷയിൽപ്പെട്ടവനാണെങ്കിലും, നിനക്ക് നിറമില്ലെങ്കിലും, നിനക്ക് ഗുണമില്ലെങ്കിലും, നിനക്ക് സമ്പത്തില്ലെങ്കിലും, നിനക്ക് കുടുംബ പാരമ്പര്യമില്ലെങ്കിലും, നീ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിലും, നിന്റെ മേൽ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം വീഴുന്ന നാൾ മുതൽ ദൈവം പറയുക, നീ എന്റെ സംസ്കാരത്തിൽപ്പെട്ടവനാണെന്ന്. ആമേൻ. രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, അഭിഷേക തൈലമായ ദൈവത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ ജീവിക്കുന്നവന് ലോകത്തിൻ്റെ സംസ്കാരത്തോടൊപ്പം ചേർന്ന് പോകാൻ കഴിയത്തില്ല. ലോകത്തിൻ്റെ സംസ്കാരം പറയുന്ന കാര്യങ്ങൾക്ക് അവന് ആമേൻ പറയുവാൻ കഴിയത്തില്ല. അവനൊരു ഒറ്റ കാര്യത്തിന് മാത്രമേ യോജിച്ച് നിൽപ്പാൻ കഴിയത്തുള്ളൂ. സ്വർഗത്തിലെ ദൈവം എന്തു പറയുന്നോ അത് തന്നെ ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം ചുവക്കുന്നവന് കഴിയത്തുള്ളൂ. യേശുവിൻ്റെ അടുക്കൽ അവൻ മറ്റുള്ളവർ വന്ന് യായിറോസിന്റെ മകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, അവൻ യായിറോസെ, നീ ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്, അവൾ മരിച്ചിരിക്കുന്നു എന്ന് ലോകത്തിന്റെ സംസ്കാരത്തിൽപ്പെട്ടവർ പറയുമ്പോൾ സ്വർഗത്തിലെ അഭിഷേക തൈലമായ സംസ്കാരം ചുമക്കുന്ന യേശു പറയുകയാണ്, ആമേൻ, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ചിലതിനെ നോക്കി ഈ രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, അവൻ നിന്റെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളെ നോക്കി ലോകക്കാർ പറയും, മരിച്ചു, നാറ്റം വെച്ചു, ഇനി പുറത്തു വരികയില്ല, അതും തീർന്നു എന്ന് ലോകത്തിന്റെ സംസ്കാരം പറയുമ്പോൾ ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം ചുമക്കുന്ന നീ പറയണം, മരിച്ചതല്ല, അത് ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാ, മരിച്ചതല്ല, അത് ഉറങ്ങിക്കിടക്കുകയാ. ഈ രാത്രികാലം ചിലതിനെ സ്വർഗത്തിലെ ദൈവം കരം പിടിച്ച് ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈശാനമൂലനടിച്ച് കപ്പൽ തകരുവാനായിട്ട് തുടങ്ങുമ്പോൾ കപ്പിത്താനടക്കം അവൻ കപ്പൽ യാത്രക്കാർക്കെല്ലാം ഒരേ അഭിപ്രായമേ ഉള്ളൂ, നമ്മൾ ഇതോടെ മരിക്കുമെന്ന്. എന്നാൽ അഭിഷേക തൈലത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്ന പൗലോസ് എഴുന്നേറ്റ് പറയുകയാ, ഇല്ല, ആമേൻ, കപ്പലിനല്ലാതെ നമ്മൾക്കാർക്കും ഒരു ദോഷവും തട്ടുകയില്ല എന്ന് ആമേൻ സ്വർഗത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരത്തിൽ ജീവിച്ച പൗലോസിന് അഭിപ്രായം പറഞ്ഞാൽ കഴിഞ്ഞെങ്കിൽ ഈ രാത്രികാലം നിന്റെ വശത്ത് 1000 പേര് വീഴുന്നത് നീ കാണും, 10,000 നിന്റെ വലത്തുവശത്ത് വീഴുന്നത് നീ കാണും. ലോകക്കാർ ചുറ്റുപാടുമുള്ളവരെല്ലാം പറയും, എല്ലാം തീർന്നു, ഇതോടെ അവസാനിച്ചു എന്ന്. എന്നാൽ ഈ രാത്രികാലം നീ ആയിരിക്കുന്ന ദേശത്ത് തന്റെ ഇടത്തോടെ ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരം ചുമക്കുന്ന നീ വിളിച്ചു പറയണം, ഇല്ല, ഒന്നിനും ഒരു കേടുപാടും സംഭവിക്കുകയില്ല. അവൻ ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ഉടയവനും എന്റെ കർത്താവുമായ ദൈവത്തിന്റെ ദൂതൻ ഇന്നലെ രാത്രി എന്നോട് വന്ന് പറഞ്ഞു, കപ്പലിനല്ലാതെ ആർക്കും ഒരു ദോഷം വരികയില്ല എന്ന്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്നവരോട് രാത്രികാലങ്ങളിൽ ഇടപെടുന്ന ഒരു ദൂതനുണ്ട്. ദൈവിക വെളിപ്പാട് അവന്റെ മേൽ വരും. എൻ്റെ ശുശ്രൂഷയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ ഇല്ല എന്നാണ് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ, അല്ല, പരിശുദ്ധാത്മാവ് ഇല്ലാതെ തന്നെ ഞാൻ ക്രിസ്തീയ ജീവിതം നയിച്ചോളാം എന്നാണ് നിങ്ങളുടെ ചിന്താഗതിയെങ്കിൽ, ഈ രാത്രികാലം സ്വർഗത്തിലെ ദൈവം അഭിഷേക തൈലമെന്ന തൻ്റെ സംസ്കാരത്തിലേക്ക് നിങ്ങളെ കരം പിടിച്ച് വഴി നടത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ഈ രാത്രികാലം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരണം. ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ ലോകത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സംസ്കാരത്തിലേക്ക്, അഭിഷേക തൈലത്തിൻ്റെ സംസ്കാരത്തിലേക്ക് സർവശക്തനായ ദൈവം
അവൻ നിന്നെ കരം പിടിച്ചുയർത്തുവാനിടയായിത്തീരും. സ്വർഗത്തിലെ അഭിഷേക തൈലത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരുത്തൻ ഒരു കരണത്തടിച്ചാൽ മറുകരണം തിരിച്ചു കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിലെ അഭിഷേക തൈലത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അവൻ സഹോദരനോട് 7 അല്ല 70 വട്ടം ക്ഷമിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അഭിഷേക സംസ്കാരത്തിൻ്റെ പ്രത്യേകത, അവൻ ക്രൂശിക്കപ്പെട്ട് അവൻ എല്ലാവരും 3 ആണികൾ കിടക്കുമ്പോൾ പിതാവേ ഇവർ ചെയ്യുന്നത് എന്താ എന്ന് ഇവർ അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ അഭിഷേക തൈലത്തിൻ്റെ സംസ്കാരം എന്ന് രാത്രികാലം തിരിച്ചറിയുവാനിടയാകട്ടെ. അവൻ ഈ അവസരമൊരുക്കിയ ദൈവദാസനോടും ഗിൽഗാൽ ക്രൈസ്റ്റ് അസംബ്ലി എന്ന മിനിസ്ട്രിയോടുമുള്ള എൻ്റെ നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അഭിഷേക തൈലത്തിൻ്റെ സംസ്കാരം ചുമക്കുന്ന ഒരു കൂട്ടത്തെ ഈ അന്ത്യനാളിൽ കർത്താവേ അങ്ങ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് ഒരു കൂട്ടം പറയുന്നത്. ഇന്ന് രാത്രികാലം ക്രിസ്തീയ സമൂഹ ഗോളത്തിലും അനേകർ ഈ ചോദ്യം ആമേൻ കർത്താവ് ഇതേ മറുപടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ രാത്രികാലം കർത്താവേ അടിയൻ പ്രാർത്ഥിക്കുന്നു, ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരുടെ മേലും അഭിഷേക തൈലത്തിന്റെ ആ സംസ്കാരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവർ ഈ ലോകത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തരായി യഹോവയുടെ അവകാശത്തിന്റെ ആമേൻ പ്രഭുക്കന്മാരാക്കി അവരെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ അഭിഷേകത്തിന്റെ സംസ്കാരത്തിൽ ഇവർ ചലിക്കട്ടെ, ഇവരിലൂടെ കർത്താവേ അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. എഫെസോസ് പട്ടണത്തിൽ കുടിയിരിക്കുന്ന അർത്തിമേസ് ദേവിയുടെ ആമേൻ ക്ഷേത്രത്തിന്റെ ആമേൻ കർത്താവേ ആ മാഹാത്മ്യം ഒടുങ്ങിപ്പോകണമെങ്കിൽ അവിടെ ജീവിക്കുന്ന 12 പേരടങ്ങിയ ശിഷ്യന്മാർ അഭിഷേക തൈലത്തിന്റെ സംസ്കാരത്തിലേക്ക് വന്നേ മതിയാകൂ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അതുപോലെ ഈ രാത്രികാലം ഇവരായിരിക്കുന്ന ദേശങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മാഹാത്മ്യങ്ങൾ ഒടുങ്ങിപ്പോകത്തക്ക നിലവാരത്തിൽ ഇവർ അഭിഷേക തൈലത്തിന്റെ സംസ്കാരത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ അവൻ ഇവരിലൂടെ ദൈവപ്രവർത്തികൾ ദേശങ്ങളിൽ വെളിപ്പെടട്ടെ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന് അധികാരമുള്ള നല്ല നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ ഈ അവസരം ഒരുക്കിയ പാസ്റ്റർ ജോയ് കുമളിയോടും തൻ്റെ സഭയോടും തൻ്റെ കുടുംബത്തോടും ആമേൻ എന്നെ ലൈവിലൂടെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള ആമേൻ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മിനിസ്ട്രിയെയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുവദിച്ച പക്ഷം ഇനി നമുക്കിതുപോലെ ആമേൻ നമുക്ക് കാണുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.